ഹലോ, ഇന്നിവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ചന മസാല കറിയാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഡിഷാണ്, വെറൈറ്റി ഡിഷൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് ചന മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചി, അതുപോലെ സവാള, പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളകും ആഡ് ചെയ്യാം, പക്ഷെ നമ്മളത് ഇട്ടിട്ടില്ല. എന്നിട്ട് സവാള ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ അരിഞ്ഞു, ഒന്ന് സോട്ട് ചെയ്തു. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കും നമ്മൾ മസാലകളെല്ലാം അതിലിടാൻ തുടങ്ങി. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഒരു ഗരം മസാല 1/2 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്തു. നല്ല രീതിയിൽ അതിനെ സോട്ട് ചെയ്തു. പിന്നെ ഇച്ചിരി ഒരു സോസ് എഫക്റ്റ്, അതായത് കുറച്ച് പുളി രസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റോ ടൊമാറ്റോ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരുന്നു. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. അതായത് നമ്മുടെ സാധാരണ കിട്ടുന്ന സോസിനേക്കാളും നാച്ചുറലി ആയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സോസ്, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ആഡ് ചെയ്യുക. അത് നല്ല രീതിയിൽ നമ്മൾ ഒന്ന് വഴറ്റുക. അതിനുശേഷം നേരത്തെ നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന കടല, ഉപ്പിട്ട് വേവിച്ചെടുക്കുന്ന കടല ചന ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ സ്റ്റിർ ചെയ്യാം. ഇത് ഞാൻ ഇത്തിരി കുറുകിയിട്ട് ഉണ്ടാക്കിയിരിക്കണേ. ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി ലൂസും കുറച്ച് ഗ്രേവി ആയിട്ടൊക്കെ വേണം വെച്ചാൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. നല്ല രീതിയിൽ ബോയിൽ ചെയ്താൽ മതി. ഇത്രയാണ് നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ ചന മസാല ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് പുതിനയിലൊക്കെ ഇടാം, കറിവേപ്പില ഇടാം. ഇവിടെ അവർക്കും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മളിന്ന് ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ്. ഗോതമ്പ് മാത്രമല്ല, ഇതിൽ ഇച്ചിരി മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. മൈദ നല്ലതല്ല ആരോഗ്യത്തിന്, ബട്ട് വൺസ് ഇൻ എ മന്തൊക്കെ അത് ഓക്കെയാണ്. അങ്ങനെ നമ്മളത് നല്ല രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച്, ഉപ്പിട്ട് തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ആക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി സോഫ്റ്റ് ആവും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ്, ഒന്നും സ്പെഷ്യൽ അല്ല. നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കട്ടി, അങ്ങനെ ഒരു നല്ല ബോൾ പോലെ ആക്കും നമ്മൾ അവസാനം. ഇത് ഏകദേശം ഇതുപോലെ അങ്ങ് ആയതിനു ശേഷം നമ്മൾ കുറച്ച് നേരം എടുത്ത് വെക്കണം, ഒരു 5 to 10 minutes. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ചപ്പാത്തി പരത്തുന്നു. നമ്മൾ നോർമൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ. നമ്മളിവിടെ കൈകൊണ്ട് ആണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, പ്രസ്സർ കൊണ്ടല്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ ഗുഡ് എക്സസൈസ് ഫോർ യുവർ ഹാൻഡ് ആൻഡ് ആസ് വെൽ ആസ് യുവർ ഫിംഗേഴ്സ്. നമ്മൾ മിക്സ് ചെയ്യുന്നതിലാണ് ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ് ഇരിക്കുക. എന്നതിന് ശേഷം സോറി, എൻ്റെ മോളാണ് വീഡിയോയുടെ പുറകിൽ കിടന്ന് ബഹളം വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ചപ്പാത്തി പരത്തി അങ്ങ് എടുക്കുക. ചപ്പാത്തി പ്രസറിനേക്കാളും ഒക്കെ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് തന്നെയാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ചപ്പാത്തി അങ്ങ് റൗണ്ടാക്കുക. നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, നല്ല രീതിയിൽ അങ്ങ് റൗണ്ടാക്കുക. റൗണ്ടാക്കി നിങ്ങളുടെ വലിപ്പം അനുസരിച്ചിട്ടൊക്കെ ഇടാട്ടോ. എൻ്റെ വീട്ടിലൊരു ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല വലിയ വലിപ്പമായിരിക്കും. എന്നിട്ട് നല്ല തിന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഏകദേശം എൻ്റെ തിന്നസ് എന്ന് പറഞ്ഞാൽ ഈ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി പോലെ തന്നെ ഇരിക്കും. എന്നിട്ട് നല്ല ചപ്പാത്തി നമ്മൾ അങ്ങോട്ട് എണ്ണയൊന്നും ഇട്ടില്ല, ഞാൻ വെറുതെ അങ്ങ് ചുട്ടെടുത്തു. അപ്പോൾ നല്ല ചന മസാലയും റെഡിയാണ്. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി വിത്ത് ചന മസാല. അത്രയേ ഉള്ളൂ. ബൈ ബൈ.